നമസ്കാരം, ഞാൻ ഡോക്ടർ അനന്തു സഹദേവൻ, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലിശ്ശേരിയിലെ കൺസൾട്ടൻറ്റ് സർജനാണ്. ഇന്നിവിടെ സംസാരിക്കുന്നത് കീഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി, അതിൽ അപ്പൻഡിക്സും ഗാൽ ബ്ലാഡർ റിമൂവൽ ചെയ്യുന്ന സർജറീസിനെ കുറിച്ചാണ്. ഇതിൽ യൂഷ്വലി എല്ലാവർക്കും ഉള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീഹോളും സാധാരണ തുറന്ന് ചെയ്യുന്ന സർജറിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. മെയിൻ വ്യത്യാസം വരുന്നത് പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ എയർലി റിക്കവറി ഓഫ് ആഫ്റ്റർ സർജറി എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ട്. പുതിയതായിട്ട് ഉള്ള പഠനങ്ങളിൽ കാണുന്നതിനനുസരിച്ച് മിനിമം ഇൻവേസീവായിട്ടുള്ള സർജറി ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് സർജറി കഴിഞ്ഞുള്ള വേദന കാര്യങ്ങൾ കുറയുകയും അവർക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ല ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങാൻ പറ്റുകയും ചെയ്യുന്നതാണ്. യൂഷ്വൽ സർജറീസ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ വേറെ പ്രൊസീജിയറൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ക്യാമറ അല്ലെ കീ ഹോൾ വെച്ച് ചെയ്യുന്നു. അതിലുള്ള മുറിവുകൾ ഒരു ചെറിയൊരു 5 mm അല്ലെ 10 mm സൈസുകൾ, അതായത് 1 സെൻറ്റിമീറ്റർ താഴെ ഒരു പേനയുടെ സൈസിലുള്ള മുറിവിലൂടെ നമ്മൾ സർജറി ചെയ്യുന്നു. ക്യാമറ ഇട്ട് നോക്കി അതിനനുസരിച്ച് അതിൽ കാണുന്ന സർജറീസ് ആയിരിക്കും കീ ഹോൾ സർജറി അല്ല ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. അതിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറീസ് ആണ് അപ്പൻഡിക്സ് അല്ല അപ്പൻഡിസെക്ടമി, അപ്പൻഡിസൈറ്റിസ് വരുമ്പോൾ അല്ല അപ്പൻഡിക്സിന് ഇൻഫെക്ഷൻ വരുമ്പോൾ അപ്പൻഡിക്സ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് അപ്പൻഡിസെക്ടമി, ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി എന്ന് പറയുന്നത്. അതുപോലെ പിത്തസഞ്ചിയിലെ ഇൻഫെക്ഷനുകൾ, അതായത് ഗാൽ ബ്ലാഡറിലെ ഇൻഫെക്ഷൻ, ഗാൽ ബ്ലാഡറിലെ തടിപ്പ്, പോളിപ്പ്, അത് കല്ലുകൾ, ഇതുമൂലം ഉണ്ടാകുന്ന വേദന കാരണം ഗാൽ ബ്ലാഡർ റിമൂവ് ചെയ്യേണ്ട ആവശ്യകത വരുമ്പോൾ തുറന്ന് ചെയ്യുന്ന സർജറീസിൽ ഒരു ഓൾമോസ്റ്റ് 10 സെൻറ്റിമീറ്ററോളം വരുന്ന മുറിവുകൾ ഒഴിവാക്കി ഈ വളരെ ചെറിയ മുറിവുകളിലൂടെ ഗാൽ ബ്ലാഡർ സർജറീസ് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിന് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി എന്ന് പറയും. ഈ വക സർജറീസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 1-2 ദിവസത്തിന്, സർജറി കഴിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പേഷ്യൻസിനെ വീട്ടിൽ വിടുകയും എത്രയും പെട്ടെന്ന് 3-4 ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ജോലിയിൽ പോകാനും പറ്റുന്നതാണ്.